ധർമ്മസ്ഥലയിലെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കീഴ്മേൽ വരികയാണല്ലോ. അതായത് കർണാടകയുടെ ഭരണകൂടം തന്നെ പറയുന്നു അവിടെ നടന്ന കാര്യങ്ങൾക്കൊന്നും യാഥാർത്ഥ്യമില്ല, ഇത് കെട്ടിച്ചമച്ചതാണ്. സംശയം ഉളവാക്കുന്നില്ല. അതായത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞു, മൂടി വെച്ച ഒരാൾ, മുഖം മറച്ച ഒരാൾ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞങ്ങളൊരു സർക്കാരാണ്, സർക്കാരിനത് അന്വേഷിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ ക്ഷേത്രത്തിനെതിരൊന്നുമല്ല, ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ആരെയും സമ്മതിക്കത്തുമില്ല. ചില അപവാദങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ചിട്ട് ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വ്യാജ പ്രചാരണമാണ് നടത്തിയത്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് പവിത്രമായ ഒരു ദേവസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ആളുകളെ നിയമപരമായി നേരിടും, ശക്തമായ നടപടിയെടുക്കുമെന്ന് DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. കാരണം നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എറണാകുളത്തിരുന്ന് സംസാരിക്കുമ്പോൾ എറണാകുളത്തുള്ള ആളുകൾക്ക് വലിയ പരിചയമൊന്നും ധർമ്മസ്ഥലയെക്കുറിച്ചില്ല. മാത്രം കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട്. പക്ഷേ തൃശ്ശൂരിൻ്റെ അപ്പുറത്തേക്കുള്ള, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് മലയാളികളും പോകുന്നൊരു ക്ഷേത്രമാണ്. നമ്മൾ ധർമ്മസ്ഥലയെക്കുറിച്ച് പല വീഡിയോകൾ ചെയ്തു. ആ വീഡിയോകളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് വലിയ ജൈന പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ്. ജൈന ഒരു കുടുംബത്തിന് ഒരു ദേവഹിതം അനുസരിച്ച് അവരുണ്ടാക്കിയ ശിവൻ്റെ ക്ഷേത്രമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായി ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ വലിയ തോതിൽ ഒരുപാട് സൽപ്രവർത്തികൾ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടെ എത്തുന്നവർക്ക് ഭക്ഷണം, താമസം എല്ലാം സൗജന്യം. പിന്നെ അവിടെ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ നാട്ടുകാരെ ബ്ലേഡ് കമ്പനികളിൽ രക്ഷിക്കാനുള്ള, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, വലിയ തോതിലുള്ള ആളുകളെ സാമ്പത്തികമായി ശാക്തീകരിക്കാനുള്ള പ്രൊജക്റ്റുകൾ. ക്ഷേത്രത്തിൻ്റെ വരുമാനം അത്രയും തന്നെ ആളുകൾക്ക് കൈമാറി വലിയ തോതിൽ സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നത് അതാണ് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി എന്ന് തോന്നുന്നു. ക്ഷേത്രം, നിങ്ങൾ അമ്പലം തുടങ്ങിയിട്ട് അമ്പലം പൂജയും പ്രാർത്ഥനയായിട്ട് നടത്തിയാൽ പോരെ. നിങ്ങളെന്തിനാണ് മയക്കുമരുന്നിനെതിരെ, റിയൽ എസ്റ്റേറ്റിനെതിരെ, അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണത്തിനെതിരെയൊക്കെ പ്രതികരിക്കുന്നത്, ആളുകളെ സംഘടിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ചില ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നത്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് അയാൾ പറയുക, 98 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 100 കണക്കിന് ആളുകളെ കൊലപ്പെടുത്തി ഈ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടു എന്ന് പറയുന്നു. അതുവരെ അയാൾ കഴിഞ്ഞ 10-14 വർഷമായി ഇയാളെ കാണാനുണ്ടായിരുന്നില്ല. 10-11 വർഷമായിട്ട് ഇയാളുടെ വെയർഅബൌട്ട്സ് അറിയത്തില്ല. പെട്ടെന്ന് വരികയാണ്. ഈ വരുന്ന ആൾ നേരത്തെ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പിന്നീട് അയാൾ മതം മാറി മറ്റൊരു മതം സ്വീകരിച്ച ആളാണ്. പേര് നമുക്കറിയാം, പേര് നമ്മൾ പറയുന്നില്ല. കാരണം പേര് പറയരുതെന്ന് കോടതിയുടെ വെളിപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് അയാളുടെ മുഖം മറച്ച് പോലീസ് സംരക്ഷണയൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ 98 മുതൽ 2014 വരെ ഇത്രയും മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായ ആളാണ് താനെന്ന് പറഞ്ഞ് എവിടെയോ പോയിട്ട് തിരിച്ചു വന്ന് വളരെ പെട്ടെന്ന് ഇയാൾക്ക് വലിയൊരു ധൈര്യം വന്നിരിക്കുന്നു. ധൈര്യം വരാനുള്ള ഒരു കാരണം വളരെ വ്യക്തമാണ്, മതം മാറിയത് കൊണ്ടുണ്ടായ ധൈര്യമാണ്. അപ്പോൾ നോക്കൂ, നമ്മളിത് അന്താരാഷ്ട്ര തലത്തിലെത്തിക്കാൻ അൽ ജസീറ ഇടപെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തതിന് ശേഷം ധർമ്മസ്ഥലയിലുള്ള ചില കേന്ദ്രങ്ങളുമായി നമ്മൾ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തി. നമ്മൾ പറഞ്ഞത്, നമ്മളും മറ്റ് മാധ്യമങ്ങളും പറഞ്ഞു 13 കേന്ദ്രങ്ങളിൽ കുഴിച്ചു എന്നാണ്. 13 അല്ല, 19 സ്ഥലങ്ങളിൽ കുഴിച്ചു. ഇതുവരെ 19 സ്ഥലങ്ങൾ, ഇയാൾ പറഞ്ഞ 19 സ്ഥലങ്ങൾ കുഴിച്ചപ്പോൾ ആകെ 2 പോയിന്റുകളിൽ നിന്ന് അസ്ഥി കിട്ടി. ഈ അസ്ഥി കിട്ടിയിരിക്കുന്നത് രണ്ടിടത്തും കിട്ടിയത് പുരുഷൻ്റെ അസ്ഥിയാണ്. രണ്ടും ഒരാളുടെ തന്നെയാണ്. മുൻകാലത്ത് അവിടെ ഒരു പൊതു ശ്മശാനമായി ഉപയോഗിച്ചിരുന്ന സ്ഥലത്തോട് ചേർന്നിട്ടാണ് ഇയാൾ ഈ പോയിന്റുകൾ കാണിച്ചു കൊടുത്തത്. പിന്നീട് ഒരു അസ്ഥി കിട്ടിയിട്ടുണ്ട്. അത് കാട്ടിൽ ഒരു മരത്തിൻ്റെ താഴെയായിരുന്നു. ആ ജഡത്തിൻ്റെ കഴുത്ത് ഭാഗത്ത് കുരുങ്ങിയിരുന്ന തരത്തിൽ ഒരു കയറും ഉണ്ടായിരുന്നു. അതായത് മരത്തിൽ തൂങ്ങി മരിച്ച ഒരാളുടെ അസ്ഥി കിട്ടി. അതാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. സമ്പൂർണ്ണമായി കിട്ടിയിട്ടുള്ള ഒരു സ്കെൽറ്റൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാട്ടിൽ തൂങ്ങി മരിച്ച ഒരാളുടെ അസ്ഥികൂടം മണ്ണിനടിയിലല്ലാതെ മണ്ണിന് പുറത്തുനിന്ന് കിട്ടി. ഇതാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ള അസ്ഥികൂടങ്ങളുടെ ഒരു കഥ. അപ്പോൾ ഏതാനും എല്ലിൻ കഷ്ണങ്ങൾ കിട്ടി. രണ്ടും ഒരാളുടെ തന്നെയായിരുന്നു. അത് പുരുഷൻ്റെ ആയിരുന്നു. പിന്നീട് തൂങ്ങി മരിച്ച ഒരാളുടെയും കിട്ടി. അതും പുരുഷൻ്റെയാണ്. മരത്തിൽ കയറി തൂങ്ങി മരിക്കാൻ സാധാരണ സ്ത്രീകൾക്ക് കഴിയില്ലല്ലോ. ഏതായാലും ഫോറൻസിക് പരിശോധന വരട്ടെ. ഇതല്ലാതെ ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കുഴിച്ചിരിക്കുന്നത് 80 അടി നീളത്തിലും 30 അടി ആഴത്തിലും കുഴിച്ചു. ആലോചിച്ച് നോക്കൂ, 80 അടി നീളത്തിലും 30 അടി ആഴത്തിലും കുഴിച്ചു. എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി അവിടെ ആ പ്രദേശം, ഇയാൾ കാണിച്ച മുഴുവൻ പ്രദേശവും അരിച്ചു പെറുക്കിയിട്ടും
ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞൊരു മലയാളി പെൺകുട്ടി അതിനകത്തുണ്ടായിരുന്നു. നമ്മളപ്പോൾ ചോദിച്ചു, മൃതദേഹമാണല്ലോ ഇയാൾ ചെയ്തത്, അത് എങ്ങനെയാണ് മലയാളികളെന്ന് തിരിച്ചറിയുന്നത്? അങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു, അത് വലിയ വാർത്തയാവുന്നു. ചില തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള മാധ്യമങ്ങൾ വലിയ കാമ്പയിൻ നടത്തുന്നു. അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. മനാഫിനെ പോലെയുള്ള ചില ആളുകൾ, മനാഫിനെ കുറിച്ചറിയാം, ഒരു ലോറിയുമായിട്ട് പോയ നമ്മുടെ അർജുൻ പുഴയിൽ വീണ് മരിച്ചപ്പോൾ, ഗംഗാവാലി പുഴയിൽ വീണ് മരിച്ചപ്പോൾ അതിൻ്റെ പേരിൽ വലിയ കോലാഹലമുണ്ടാക്കി. ആ തിരച്ചിലിനെ പോലും പലതരത്തിൽ ഇയാൾ തടസ്സപ്പെടുത്തി എന്നാണ് ആക്ഷേപം വീട്ടുകാർ. കാരണം തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നു, നിരന്തരം മാധ്യമങ്ങളിൽ വരുന്നു, ഞാൻ അവിടെ അർജുനെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സെൽഫ് പ്രൊമോഷനും സ്വയം പണമുണ്ടാക്കാനുള്ള മാർഗവുമായി വിനിയോഗിച്ചു എന്ന് കണ്ടതിനെ തുടർന്ന് അർജുൻ്റെ വീട്ടുകാർ തള്ളിപ്പറഞ്ഞ ആളാണ് ഈ മനാഫ്. ഈ മനാഫാണ് ഇവിടെ വന്ന് സമരം നടത്തുന്നത്, സമരത്തിന് നേതൃത്വം കൊടുത്തത്. മനാഫ് ഇപ്പോൾ മുങ്ങി. കാരണം സംഗതി കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞപ്പോൾ മനാഫിനെ കാണാനില്ല. അപ്പോൾ ഇവിടെ ഈ 19 സ്ഥലങ്ങളിൽ ഇയാൾ കാണിച്ചു കൊടുത്തല്ലോ, 19 സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത് അവിടെ എല്ലാം കുഴിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ മണ്ണ് വീണ്, അതിൻ്റെ മേളിൽ പാറ വീണ്, അതിൻ്റെ മേളിൽ ചെടി കിളിച്ച്, അപ്പോൾ ഭൂപ്രകൃതി മൊത്തം മാറി. അപ്പം നിൽക്കക്കള്ളി ഇല്ലാതെ ഇയാൾ അടുത്ത കള്ളത്തിലേക്ക് പോകുന്നു എന്നല്ലേ പറയുന്നത്. കാരണം ഇയാൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ 30 അടി താഴത്തിൽ വരെ ഇത്ര നീളത്തിൽ കുഴിക്കുന്നു, മറ്റ് സ്ഥലങ്ങളിൽ കുഴിക്കുന്നു, എന്നിട്ട് അവിടെ മാത്രം പാറക്കല്ലുകൾ വീഴുന്നു, അവിടെ മാത്രം മണ്ണ് വീഴുന്നു. മൊത്തം ഒരു സംശയമല്ലേ? അത് മാത്രമല്ല സിനു, അത് ഈ കുഴിക്കൽ മാത്രമല്ല അവിടെ നടന്നിട്ടുള്ളത്. ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ കൊണ്ടുവന്നു. ഭൂമിക്കടിയിൽ എന്തുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന റഡാർ, അത് ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി. ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന അപ്പോൾ ഭൂമിക്കടിയിൽ ഇപ്പോൾ അസ്ഥി കഷ്ണങ്ങൾ, അപ്പോൾ ഇത് തരംഗങ്ങളാണ് വിടുന്നത്, അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. അപ്പോഴത്തേക്ക് അറിയാം. അപ്പം ഈ അസ്ഥികളിൽ കൂടെ നമ്മൾ എക്സ്റേ എടുക്കുന്നത് പോലെ, എക്സ്റേ എടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ചിത്രം കിട്ടുന്നത്? എക്സ്റേ കിരണങ്ങൾ നമ്മുടെ എല്ലിൽ കൂടി കടന്നു പോകത്തില്ല, അപ്പോൾ എല്ലിൻ്റെ ചിത്രം കിട്ടും. അതുപോലെ ഭൂമിക്കടിയിലേക്ക് വസ്തുക്കൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചും പരിശോധന നടത്തി. കുഴി മാത്രമല്ല, ഏതാണ്ട് ഇപ്പോൾ 25 ലക്ഷം രൂപയോളം ഇതിനായിട്ട് സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ ഇയാളുടെ ആരോപണത്തെ തുടർന്ന് ചെലവഴിച്ചു കഴിയും. അപ്പോൾ അവിടെ നോക്കൂ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയായിരിക്കുന്ന രാജ്യസഭാ MP ഉണ്ടല്ലോ, അദ്ദേഹം ഈ അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളാണ്. ആരോപണം ഉണ്ടെങ്കിൽ നടക്കട്ടെ. അതെ, നടക്കണം എങ്കിൽ. കാരണം ഇങ്ങനെ ഒരു ക്ഷേത്രത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ, ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, തമാശയല്ല, ദുർഭാഗ്യകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ, ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അക്രമം അല്ലെങ്കിൽ കൊലപാതകം, ഒരു ബലാത്സംഗം നടന്നാൽ അത് ആ ക്ഷേത്രവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്. അമ്പലപ്പുഴ അല്ലേ, ഒരു ക്ഷേത്രമുണ്ട്. അമ്പലപ്പുഴയിൽ എന്തെങ്കിലും കുറ്റം നടന്നാൽ അത് മുഴുവൻ അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഗുരുവായൂർ അല്ലേ, ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലം ക്ഷേത്രവും ഒരു ടൗൺഷിപ്പും കൂടിയാണ്. അതെ, അവിടെ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷേത്രത്തെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ക്ഷേത്രത്തിൽ വന്നവരെയെല്ലാം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു എന്ന് പറഞ്ഞൊരു നാരേറ്റീവ് ഉണ്ടാക്കിയതാരാണ്? ഇപ്പം അനന്യ ഭട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയേ ഇല്ല. സുജാത ഭട്ട് എന്ന് പറയുന്ന ഈ സ്ത്രീ, അവരുടെ അമ്മ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കളവാണ്. മെഡിക്കൽ കോളേജിലെ രേഖകൾ പരിശോധിച്ചു, SSLC +2 രേഖകൾ പരിശോധിച്ചു. എന്തിന് ഈ സ്ത്രീ അവകാശപ്പെട്ടത്? അവർ ഇവിടെ കൊൽക്കത്തയിൽ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായിരുന്നു പറഞ്ഞു. ഇന്ത്യയിൽ CBIയുടെ ഓഫീസിൽ ഒരു സുജാത ഭട്ട് ജോലി ചെയ്തിരുന്നില്ല. ഇവർക്കിടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സാണ്. CBIയുടെ സ്റ്റെനോഗ്രാഫർ ആവണമെങ്കിൽ 10ാം ക്ലാസ് പോരാ എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അങ്ങനെ ഒരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി, എൻ്റെ മകളെ കാണുന്നില്ല, എൻ്റെ മകൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ മുതൽ കാണാനില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഒരു സുജാത ഭട്ട് വന്നത്? ഇവരെയൊക്കെ ചില ശക്തികൾ ഇങ്ങനെ നിരന്തരം ഉപയോഗിച്ച് ഈ വാർത്ത ഉണ്ടാക്കി ഒരു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് വലിയൊരു സമ്മർദ്ദമായി മാറുന്നുണ്ട്. കാരണം വന്ന് ഇതൊരു ആൻറ്റി ഹിന്ദു മൂവ്മെൻ്റായിട്ട് അവിടെ മാറുന്നു. ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ക്ഷേത്രങ്ങളെ ആകെ തകർക്കാനുള്ളൊരു നീക്കമായി വന്നപ്പോൾ ഹിന്ദു സംഘടനകൾ അവിടെ പ്രതികരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ധർമ്മസ്ഥലയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ഹിന്ദു സംഘടനകൾ കൂട്ടത്തോടെ വരുന്നു, പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നു. കാരണം എത്ര ദിവസമായി സിനു ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഇല്ല 100 കണക്കിന് 1000-ഓളം പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്ന ഒരു കേസുണ്ട്. സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആരോ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായി. ആ കേസ് അന്വേഷിച്ചിട്ട് പോലീസ് അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ബലാത്സംഗ കേസ്. അത് ക്ഷേത്രവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു?
അതിന് പറയുന്നത് ക്ഷേത്രത്തിലെ ഭരണസമിതിയിലുള്ള ആരുടെയോ ഒരു ബന്ധുവാണ് പ്രതിയെന്ന് ആരോ പറയുന്നു. പ്രതിയെന്ന് തെളിയിക്കപ്പെട്ടിരുന്നില്ല. ക്ഷേത്രത്തിലെ ഭരണസമിതിയിലെ ഒരു ബന്ധുവിൻ്റെ ആരോ ഒരാളാണ് ഈ സൗജന്യ കേസിലെ പ്രതി. അവിടെ ചില ബലാത്സംഗ കേസുകളുണ്ടായിട്ട് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കൊച്ചിയിൽ ബലാത്സംഗ കേസുകൾ ഉണ്ടായിട്ടില്ലേ? കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. നായനാർ പണ്ട് പറഞ്ഞ പോലെ ചായ കുടിക്കുന്ന പോലെ ബലാത്സംഗം എന്ന് പറഞ്ഞ ക്രൂരമായ ഫലിതം നമ്മൾ ഓർമ്മിക്കുകയല്ല. എന്നാൽ പോലും ബലാത്സംഗം ഉൾപ്പെടെയുള്ള സ്ത്രീത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ധർമ്മസ്ഥലയിലും നടന്നിട്ടുണ്ടാവാം. കാരണം അതൊരു ടൗൺഷിപ്പാണ്. അവിടെ ക്ഷേത്രത്തിൽ വന്നവരായിട്ടുള്ള ആളുകൾ ഒളിച്ചോടി വന്നവരുണ്ട്. അവിടെ ഈ ക്ഷേത്രവുമായി ചേർന്ന് തൊട്ടങ്ങോട്ട് മാറിയ കാടും നേത്രാവതി നദിയും ഒക്കെയാണ്. ആ കാട്ടിൽ പോയി ആത്മഹത്യ ചെയ്തവരുണ്ട്. നമ്മുടെ നാട്ടിലില്ലേ കാട്ടിൽ പോയി ആത്മഹത്യ ചെയ്ത ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ള എല്ലാ മരണങ്ങളും ക്ഷേത്രത്തിലെ ആളുകൾ അവിടെ നിന്ന് രാവിലെ ഇങ്ങനെ ലിസ്റ്റ് എടുക്കുകയാണ്. CCTV ക്യാമറ വെച്ചിട്ട് സ്ത്രീകൾ വരുമ്പോൾ മുഴുവൻ കാണും. എന്നിട്ട് അവരുടെയൊക്കെ ടിക്ക് ചെയ്യും. ഇവരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊല്ലുക. ഇതാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടി എന്ന തരത്തിലുള്ള വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ദുഷ്പ്രചരണമാണ് ഇതുവരെ നടന്നത്. അതിനിപ്പോൾ അറുതി വന്നിരിക്കുകയാണ്. സംസ്ഥാന ഉപമുഖ്യമന്ത്രി തന്നെ ഇതൊരു ദുഷ്പ്രചരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി SITയുടെ റിപ്പോർട്ട് കൂടി സമർപ്പിച്ചാൽ മതി. പറഞ്ഞ ഇടങ്ങളെല്ലാം കുഴിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ലേ? DK ശിവകുമാറിനെ വിശ്വസിക്കാമെങ്കിൽ അടിസ്ഥാനരഹിതം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നടപടി ഉണ്ടാവും, ഉന്നയിച്ചവരെ ശിക്ഷിക്കുമെന്ന് ശിവകുമാർ പറഞ്ഞു കഴിഞ്ഞു എന്നെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലില്ല. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ ഒരു അവസരം കിട്ടിയാൽ അതിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പം നോക്കൂ, ഇപ്പം നമ്മൾ ഈ പറയുന്ന വീഡിയോയുടെ കമൻറ്റുകൾ എടുത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ അങ്ങനെയൊന്നുമില്ല, നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കുമാണ് സഹിക്കുക. ഇവിടെ ആരുടെ അമ്മയും പെങ്ങളും കൊല്ലപ്പെട്ടതായി അവിടെ പരാതിയില്ല. ഈ പരാതി ആരോപെന്ന് പറഞ്ഞതാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ കമൻറ്റുകൾ ഇടുന്ന രണ്ട് വിഭാഗം. ആദ്യമേ മുസ്ലിം നാമധാരികളായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് ക്രൈസ്തവ പേരുള്ള ആളുകൾ വരുന്നുണ്ട്. കാരണം അവർക്ക് ഛത്തീസ്ഗഡ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഹിന്ദു എന്ന് കേട്ട ചില ആളുകൾക്ക് വല്ലാത്തൊരു ചൊറിച്ചിലുണ്ട്. അപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രത്തെ അങ്ങ് തകർക്കണം. ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. നേരത്തെ പറഞ്ഞ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് റിയൽ എസ്റ്റേറ്റ്, 2 മദ്യം മയക്കുമരുന്ന്, 3 സാമ്പത്തിക താല്പര്യം. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് നടത്തുന്ന ഒരു പ്രൊജക്റ്റ്, സാമ്പത്തിക പ്രൊജക്റ്റ്, നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഉണ്ട്, ആവർത്തിക്കുന്നില്ല. അത് വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടി രൂപ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് വായ്പ കൊടുത്ത് SH ഗ്രൂപ്പുകൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വായ്പ കൊടുത്ത് അവിടുത്തെ ബ്ലേഡ് മാഫിയെ തകർത്തു. അതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനം മതപരിവർത്തന ലോബിക്ക് അവിടെ ഇടപെടാൻ കഴിയുന്നത്. കേരളത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾക്ക് ഇതിനുള്ള പ്രത്യേക താല്പര്യം എന്താ അറിയോ? കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകൾ, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശമായ ബെൽത്തങ്കാടി മേഖലയിൽ പോയി കുടിയേറി താമസിക്കുന്നുണ്ട്. അവരാണ് കർണാടകയിലെ ഈ ക്ഷേത്രത്തെ തകർക്കാൻ ഏറ്റവും കൂടുതൽ കാമ്പയിൻ നടത്തുന്ന കൂട്ടർ. ഇതിൻ്റെ പേരിൽ കൃത്യമായ മതപരമായ അജണ്ടയാണ് ഒരു ക്ഷേത്രത്തെ, ഒരു ഹൈന്ദവ ക്ഷേത്രത്തെ, ഹൈന്ദവ ക്ഷേത്രമെന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്ന മൂർത്തിയും പൂജാരിമാരുമാണ് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട്. ബാക്കിയുള്ള ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത് ജൈന മതക്കാരാണ്. അത് മനസ്സിലാക്കണം. 2 മതങ്ങൾ. അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ഒരു അവാന്തര വിഭാഗമാണ് ബുദ്ധമതവും ജൈനമതവും എന്നും പറയാം. എന്നാൽ പോലും അത് ജൈനമത വിശ്വാസികൾ നടത്തുന്ന ഹിന്ദു ക്ഷേത്രമാണ് എന്നതാണ് അതിൻ്റെ സവിശേഷത. ഏതായാലും ധർമ്മസ്ഥല വിവാദം അവസാനിക്കുകയാണ്. ശിവകുമാറിനെ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് വന്ന ശുചീകരണ തൊഴിലാളി എന്ന് നമ്മുടെ മാധ്യമങ്ങൾ വിളിക്കുന്ന ശുചീകരണ കോൺട്രാക്ടർ ആരാണെന്നുള്ളത് ഉടനെ പുറത്തു വരും. അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.